ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ വേദഭാഗത്ത് നമ്മുടെ ജീവിതത്തിൽ താഴ്മയുടെ പ്രാധാന്യത്തെ പറ്റിയാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നത്, നിന്നെ തന്നെ നീ ഉയർത്തിയാൽ നീ ലജ്ജിതനായി പോകേണ്ടി വരും എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, പലപ്പോഴും ജീവിതത്തിൽ ഞാൻ വലിയവനാകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ചെന്നുചേരുന്ന മേഖലകളിലൊക്കെ പരാജയമായി പോവുകയാണ്. ഒരു കാക്കയുടെ കഥ ഇങ്ങനെയാണ്. അവനൊരു കഴുകന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് അവൻ പറയുന്നു, ഞാൻ കഴുകനും മുകളിലാണ് പറക്കുന്നതെന്നാണ് പറയുന്നത്. കഴുകൻ ഒന്നും മറുപടി നൽകുന്നില്ല. അവൻ വീണ്ടും കൂടുതൽ കൂടുതൽ ഉയരത്തിലേക്ക് പറക്കുകയാണ്. കാക്കയ്ക്ക് വലിയ സന്തോഷമാണ്, കാരണം ഞാൻ ഇപ്പോഴും കഴുകന്റെ മുകളിലാണല്ലോ. ഒരു പരിധി കഴിഞ്ഞപ്പോൾ കാക്കയ്ക്ക് ശ്വസിക്കുവാൻ സാധിക്കുന്നില്ല. കാക്ക തല ഇറങ്ങി താഴെ പോവുകയാണ്. നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വല്ലാതെ അങ്ങ് താണു പോകുന്നു എന്നുള്ളതാണ് സത്യമായിരിക്കുന്നത്. വേദപുസ്തകത്തിൽ ഗേഹസി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. എലീശയുടെ കൂടെ നടന്നിട്ടും അവന്റെ ആ ക്വാളിറ്റി ഒന്നും ജീവിതത്തിൽ കിട്ടാതെ പോയ ഒരു ശിഷ്യനാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നം ഇതാണ്, കൂടെ നടക്കുന്നവനെ മനസ്സിലാക്കുവാൻ പറ്റാതെ പോവുകയാണ്. ഗേഹസി ഒരുപക്ഷെ എലീശായെയൊക്കെ പറ്റിച്ചിട്ട് ഒരു കുഞ്ഞിനെ ഉയർപ്പിക്കാൻ നോക്കിയിട്ട് സാധ്യമാകാതെ ലജ്ജിച്ചു പോകുന്നുണ്ട്. പിന്നീട് നയമാന്റെ ആ ധനം സ്വന്തമാക്കണം, അവിടെ ഉയർച്ചയും പ്രതാപവും വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവനൊരു കുഷ്ഠരോഗിയായി മാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തന്നെത്താൻ ഇങ്ങനെ ഉയർത്തുവാൻ നോക്കുമ്പോൾ വലിയ പരാജയം ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, സമൂഹത്തിൽ വലിയരാകുവാൻ വേണ്ടി ആർഭാടത്തിന്റെ പിന്നാലെ പോകുന്ന ഒത്തിരി ആൾക്കാരെ കാണുന്നുണ്ട്. വലിയ വാഹനം, മറ്റുള്ളവരെക്കാൾ വലിയ വീട്, മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്ന് കാണിക്കുവാൻ വേണ്ടി. ഈ വേദഭാഗത്തിന്റെ അവസാനം നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തു പറയുന്നുണ്ട്, ഇങ്ങനെ വലിയ വീട് ആദ്യം നിനക്ക് പണിയാൻ സാധിക്കുമോ എന്ന് നോക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വലിയവനാകുവാനുള്ള ശ്രമത്തിനിടയ്ക്ക് വല്ലാതെ അങ്ങ് താണു പോകുന്നു എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട്, വിനയമുള്ളവൻ ഉയർത്തപ്പെടുമെന്നാണ് പറയുന്നത്. ക്രിസ്തു പറയുന്നു, നിന്നെ ഒരു വിരുന്നിന് വിളിച്ചാൽ നീ അവസാനത്ത് പോയിരിക്കുക. നിന്നെ വിരുന്നുവാഴി വിളിച്ച് മുമ്പിലിരുത്തട്ടെ, അപ്പോൾ നിനക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ മാനം ലഭിക്കുമല്ലോ എന്ന്. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്യം ഇങ്ങനെയാണല്ലോ, യേശു തമ്പുരാൻ അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി കുരിശിലെ മരണത്തോളം ദാസനായ കഥ പറയുന്നുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് താഴ്മയുടെ ആ വലിയ ഉയർച്ചയെ പറ്റി തന്നെയാണ്. അബ്രഹാം എന്ന് പറയുന്ന പിതാവിന്റെയൊക്കെ ജീവിതത്തിൽ അതാണ് കാണുന്നത്. അവൻ ഒരുപക്ഷെ അവന്റെ ജീവിതത്തിന്റെ തുടക്കത്തിലും അവന്റെ ചില സാമ്പത്തിക ശാസ്ത്രത്തിലും ഒക്കെ തികഞ്ഞ പരാജയമാണ്. പക്ഷെ ദൈവം അവനെ ഉയർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഉയർത്തുന്നത് മാത്രമേ ജീവിതത്തിൽ നിലനിൽക്കൂ എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവിടെയാണ് ക്രിസ്തു പറയുന്നത്, നീ വിരുന്നിന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ വലിയവരെയൊന്നുമല്ല വിളിക്കണ്ടേ, ദരിദ്രരെ, മുടന്തരെ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയൊക്കെ വിളിക്കുക. കാരണം നിന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ സാധാരണപ്പെട്ടവരോട് എന്ത് നിലപാടെടുക്കുന്നുവോ അതാണ് നിന്നെ സ്വർഗരാജ്യത്തിൽ ഉയർത്തുന്നത് എന്നാണ്. പലപ്പോഴും ബോസിന്റെ മുമ്പിൽ ഓശാനിച്ചു നിൽക്കുന്ന നമ്മൾ നമ്മുടെ താഴെയുള്ളവരുടെ മേൽ കുതിര കയറുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അത് സാധാരണപ്പെട്ടവന്റെ എത്ര ബുദ്ധിമുട്ടിയാലും എന്റെ പേരും എന്റെ ചിത്രവും എന്റെ ജീവിതവും ഇങ്ങനെ ഉയർന്നു നിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സമൂഹം തന്നെ വലിയ തകർച്ച നേരിടുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ വേദഭാഗം നമ്മളോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നത്, നീ സ്വയമായി ഉയർന്നാൽ നിനക്ക് ഒരിക്കലും ഉയർച്ച ഉണ്ടാകത്തില്ല. മറിച്ച് ദൈവം നിന്നെ ഉയർത്തുകയാണെങ്കിൽ അത് ഉയർച്ചയായിരിക്കും. അധികാരം കൊണ്ട് ഉയരത്തിലിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. നമുക്കറിയാം, ഒരു രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ്, മുഖ്യമന്ത്രി, IAS ഓഫീസർമാര്, ഇവരൊക്കെ സ്ഥാനം കൊണ്ട് ഉയരപ്പെടുന്നവരാണ്. എന്നാൽ ഉയർന്ന കാഴ്ചപ്പാടുകൾ കൊണ്ട് ഉയർത്തപ്പെടുന്ന ചിലരുണ്ട്. അതിൽ മദർ തെരേസ പെടും, ഫാദർ ഡാമിയൻ പെടും, വിവേകാനന്ദ സ്വാമികൾ പെടും, പാമ്പാടി തിരുമേനിയൊക്കെ പെടും. അവര് അധികാരത്തിന്റെ ഒന്നും പുറകെ നടന്നവരല്ല, പക്ഷെ അവര് ഉയർന്ന ചിന്താഗതികൾ വെച്ചു പുലർത്തിയവരാണ്. നമ്മുടെ ജീവിതത്തിലും ഉയർന്ന ചിന്താഗതികൾ വെച്ചു പുലർത്തുമ്പോൾ നമുക്കും ഉയരുവാൻ സാധിക്കും. അത് ഭൂമിയിൽ മാത്രമല്ല, നിത്യജീവനിലും ഉയരുവാൻ സാധിക്കും.
ആയതിന് ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ.